ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിൽ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇനി നമ്മുടെ നിധി ഇൻ്റർവ്യൂവിൻ്റെ 2ാം ഘട്ടവും വിജയിച്ചിരിക്കുകയാണ്. സുധീഷ് അവിടെ കാത്തു നിൽപ്പുണ്ട്. നിധി എടുത്ത് ചോദിക്കും, ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിധി? ഇൻ്റർവ്യൂ 2ാം ഘട്ടവും വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞ സുധീഷ്, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല എനിക്ക് ഇത്രയും വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടുമെന്ന്. ഇനി ഒരു HR ഇൻ്റർവ്യൂ കൂടി ഉണ്ട്. അത് നാളെ വന്നു കഴിയുമ്പോൾ ജോലിയെക്കുറിച്ചും സാലറിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തായാലും ഓൾമോസ്റ്റ് ഞാൻ സെലക്ട് ആയെന്ന് പറയും. സുധീഷിന് വലിയ സന്തോഷവും. സുധീഷ് സന്തോഷത്തിൽ ഇങ്ങനെ നിധിയെ ഹഗ് ചെയ്യുകയാണ്. അതിനുശേഷം രണ്ടുപേരും കൂടി തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്താണ് സുനന്ദ സുഭാഷിനെ കാണാനായിട്ട് സുഭാഷിൻ്റെ വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ സുഭാഷും സുനന്ദയും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നികേഷ് കാണുന്നുണ്ട്. നികേഷ് ആ വിവരം ഹരീഷിനെയും സുധീഷിനെയും വിളിച്ചറിയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടം വരെയാണ് നമ്മൾ ഇന്നലെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത്. സുനന്ദ സുഭാഷിനോട് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ, എനിക്ക് സുഭാഷ് ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും സുഭാഷ് ചേട്ടനോടുള്ള ഇഷ്ടം ഒരിക്കലും മാറിപ്പോകില്ല. എനിക്ക് ഒരാഗ്രഹമുണ്ട്. എന്താ സുനന്ദയെ, നീ പറഞ്ഞോളൂ എന്ന് പറയും. ഇനി എനിക്ക് സുഭാഷ് ചേട്ടനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ അതുകൊണ്ട് അശ്വിനെ കൂട്ടിക്കൊണ്ട് ഇന്ന് ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കും. അത് സുനന്ദയെ, അതെന്തിനാ വെറുതെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. മറ്റൊന്നിനും അല്ല സുഭാഷ് ചേട്ടാ. അശ്വിൻ്റെ അടുത്ത് ഞാൻ ഭാസ്കരൻ മാമയും മക്കളെയും കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അശ്വിനെ തന്നെയാണ് എല്ലാവരെയും കാണണമെന്നും പരിചയപ്പെടണമെന്നും ആഗ്രഹം. അപ്പം ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറയും. വൈകുന്നേരം അതിന് സുഭാഷ് ചേട്ടൻ സമ്മതിക്കണമെന്ന് പറയും. ശരി, നിൻ്റെ ആഗ്രഹം പോലെ ആവട്ടെ. ഇനി നിനക്കൊരു വിരുന്ന് തന്നില്ലെന്നുള്ള വിഷമം വേണ്ട. രണ്ടുപേരും കൂടി വൈകിട്ട് വരാൻ പറയും. അങ്ങനെ അങ്ങ് പോവുകയാണ്. അതിനുശേഷം സുഭാഷ് ഹാളിലോട്ട് വരുമ്പോൾ നികേഷ് അവിടെ നിൽക്കും. അപ്പോഴത്തേക്കാണ് ഹരീഷും സുധീഷും കൂടി വരുന്നത്. അപ്പം നിധിയുടെ ചോദിക്കും, മോളെ ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻ്റർവ്യൂ ഒക്കെ നന്നായിരുന്നു സുഭാഷ് ചേട്ടാ. സെലക്റ്റായോ? സെലക്റ്റായി. ഇനി നാളെ ഒരു HR റൗണ്ടും കൂടിയുണ്ട്. അത് സാലറിയെക്കുറിച്ചും ജോലിയെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നാലും ഞാൻ സെലക്ട് ആയിട്ടുണ്ടെന്നൊക്കെ പറയും. എന്തായാലും സന്തോഷമായി മോളെ എന്ന് പറയും. അപ്പോഴേക്കും സുനന്ദ വന്നിരുന്നു സുഭാഷ് ചേട്ടനെ കാണാനെന്ന് പറയും. സുനന്ദ വന്നിരുന്നു. അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? അത് ഞാനാ സുഭാഷ് ചേട്ടാ ഹരീഷ് ചേട്ടനോട് സുധീഷ് ചേട്ടനോട് വിളിച്ച് പറഞ്ഞതെന്ന് പറയും. നീ എപ്പോൾ വന്നതിന്? അത് ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. ആ സമയത്ത് സുഭാഷ് ചേട്ടൻ സുനന്ദയുടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു പറയും. എന്തിനാണ് അവൾ വന്നതെന്ന് ഹരീഷ് ചോദിക്കും. ചോദിക്കും, അവൾ വന്നത് അവളെ ഭർത്താവിനെയും കൂട്ടി ഇങ്ങോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. ഭർത്താവിനെയും കൂട്ടിയോ? എന്ത് കാര്യത്തിന് ഇനി അവൾ ഇങ്ങോട്ട് വരുന്നതെന്ന് പറയും. അത് അവളുടെ ഭർത്താവ് അശ്വിനെ നമ്മളെല്ലാം കാണണമെന്നും പരിചയപ്പെടണമെന്നൊക്കെ ഒരു ആഗ്രഹം നമ്മളെക്കുറിച്ചെല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് വരട്ടെ, ഇന്ന് നമുക്ക് അവർക്ക് വേണ്ടി വിരുന്നൊരുക്കാന്ന് പറയും. വിരുന്നൊരുക്കാനോ? ഞങ്ങൾക്കൊന്നും വയ്യ എന്ന് പറയും. നിങ്ങളാരും ഒന്നും ചെയ്യണ്ട. എനിക്ക് സമ്മതമാണ്. ഞാനത് വിരുന്ന് കൊടുക്കുമെന്ന് പറയും. സുഭാഷ് ചേട്ടാ, വെറുതെ വേണ്ടാത്ത വയ്യാവിലൊന്നും വിളിച്ച് കേട്ടണ്ട. അവർക്ക് നമ്മളോട് ശത്രുത എത്രത്തോളം ഉണ്ടെന്ന് സുഭാഷ് ചേട്ടന് അറിയത്തില്ലേ? അതുകൊണ്ട് തന്നെ ഒരു വിരുന്നൊന്നും കൊടുക്കാനൊന്നും ശ്രമിക്കേണ്ട. ഇനി അതിൻ്റെ പേരിൽ വേറെ വിഷയങ്ങളൊക്കെ ആവുമെന്ന് പറയും. ഒരു വിഷയവുമില്ല. അശ്വിൻ്റെ അടുത്ത് എല്ലാ കാര്യവും സുനന്ദ പറഞ്ഞിട്ടുണ്ട്. അമ്മാവനെയും മക്കളെയും കാണാൻ വരുന്നതിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയും. എന്തായാലും ഞാനിതിനൊന്നും സമ്മതിക്കത്തില്ല. സുഭാഷ് ചേട്ടൻ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് ഹരീഷ് അങ്ങ് പോവുകയാണ്. ഹരീഷിന് നല്ല വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്. അപ്പോൾ സുധീഷൻ പറയും, വേണ്ട സുഭാഷ് ചേട്ടാന്ന് പറയും. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റമില്ലെന്ന് പറയും. അങ്ങനെ സുഭാഷ് വൈകുന്നേരത്തേക്കുള്ള വിരുന്ന് സൽക്കാരത്തിനേക്കുള്ള ഐറ്റംസൊക്കെ ഒരുക്കുകയാണ്. നികേഷ് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെമ്പിൽ ബിരിയാണിയൊക്കെ റെഡിയാക്കുന്നു. ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ മീനൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. ഇതെന്തോ സുഭാഷ് ചേട്ടാ, ഒരു വലിയ ഹോട്ടലിലെ മെനു ആണ് കൊണ്ടല്ലോ എന്ന് സുധീഷ് ഒന്ന് ചോദിക്കും. വിരുന്നിന് വരുന്നില്ല, അതും ആദ്യമായിട്ട് സുനന്ദ ഭർത്താവുമായിട്ട്. അപ്പം നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു കുറവുണ്ടാകരുതെന്ന് പറയും. അതിൻ്റെ ചോദിക്കും, എന്തെല്ലാം ഒറ്റയ്ക്ക് സുഭാഷ് ചേട്ടൻ ചെയ്യണ്ടേ? ഇതൊക്കെ എനിക്ക് ഇതൊക്കെ പെട്ടെന്ന് തീരുമെല്ലാം തീരാറായി എന്ന് പറയും. അപ്പോഴത്തേക്ക് അടുക്കള എന്നൊക്കെ ഭയങ്കര മണമൊക്കെ വരുന്നുണ്ട്. അപ്പം സുധീഷൊക്കെ അവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഭാസ്കരൻ മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങോട്ട് വരുന്നത്. ഇതെന്താ ഇവിടെ ആരുടെയെങ്കിലും പിറന്നാളോ മറ്റു വിശേഷങ്ങളോ വല്ലതും ഉണ്ടോ? എന്തൊരു സദ്യവട്ടങ്ങളോ ഒരുക്കുന്നതെന്ന് ചോദിക്കും. ഇന്ന് ഇവിടെ ഒരു വിരുന്ന് സൽക്കാരം ഉണ്ടെന്ന് സുഭാഷ് പറയും. വിരുന്ന് സൽക്കാരമോ? ആർക്ക്? സുനന്ദയ്ക്കും ഭർത്താവിനോ എന്ന് പറയും. സുനന്ദയ്ക്കോ? പൂതനയുടെ മൂക്ക് നീ എന്തിനാണ് വിരുന്ന് സൽക്കാരം ഒരുക്കുന്നത്? നിനക്ക് നാണമുണ്ടോടാ നിന്നെ തേച്ചിട്ട് പോയ പെണ്ണിന് വിരുന്ന് സൽക്കാരം കൊടുക്കാൻ? ഉടനെ സുധീഷ് പറയും, അതിന് സുനന്ദയല്ലോ സുഭാഷ് ചേട്ടനെ തേച്ചത്, സുഭാഷ് ചേട്ടൻ തിരിച്ചല്ലേ ചെയ്തതെന്ന് ചോദിക്കും. ഉടനെ നിധി പറയും, സുധീഷ് എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കും. അല്ലാതെ പിന്നെ ഇവിടെ വന്ന് സുനന്ദയെ കല്യാണം കഴിക്കണമെന്ന് സുനന്ദ ആവശ്യപ്പെട്ടിട്ട് പോലും സുഭാഷ് ചേട്ടനല്ലേ അവരുടെ വീട്ടുകാരുടെ വാക്ക് കേട്ടിട്ട് അവളെ വേണ്ടെന്ന് വെച്ചെന്ന് പറയും. അതിൻ്റെ കാരണമൊക്കെ സുധീഷിനോട് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ സുഭാഷ് ചേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി അതൊക്കെ പറയുന്നത് നോക്കും. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിരുന്ന് കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തത്, അത് ഞാൻ ചെയ്യുമെന്ന് പറയും. എങ്ങനെ അവൾക്ക് ഇവിടെ വിരുന്ന് കൊടുക്കാനോ? ഇത് എൻ്റെ വീടാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കത്തില്ലെന്ന് പറയും. അച്ഛൻ വെറുതെ തടസ്സം നിൽക്കേണ്ട, എൻ്റെ തീരുമാനത്തിന് മാറ്റില്ലെന്ന് പറയും. സുഭാഷേ, നീ വെറുതെ എന്നോട്
സംസാരിച്ച് മുഷിയണ്ട, ഇവിടെ വെച്ചൊരു വിരുന്ന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറയും. അച്ഛൻ അതിന് താല്പര്യമില്ലെന്ന് പറയും. അച്ഛൻ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുക. സാധാരണ അങ്ങനെയാണല്ലോ, അച്ഛന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ മാറി നിൽക്കും. ഇതും അതുപോലെ കരുതിയാൽ മതി. ഞാൻ സമ്മതിക്കത്തില്ലെന്ന് ഭാസ്കരൻ തീർത്തും പറയും. ഉടനെ സുഭാഷ് പറയും, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചിലവ് നോക്കുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ വിരുന്ന് കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയും. സുഭാഷിൻ്റെ അത്രയും കർശനമായൊരു തീരുമാനം ആരും ഇതുവരെ അവിടെ നടപ്പാക്കിയിട്ടില്ല. കാരണം സുഭാഷ് ഇതുവരെ ആരുടെ അങ്ങനെ കളിപ്പിച്ച ഒരു സംസാരം പോലും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ്, അതും സുനന്ദയ്ക്ക് വേണ്ടിയാണ് ഇത്രയും ശാഠ്യം പിടിച്ച് പറയുന്നത്. പിന്നെ സുഭാഷിൻ്റെ മുഖമൊക്കെ മാറുന്ന കാണുമ്പോഴത്തേക്ക് ഭാസ്കരൻ പറയും എന്തെങ്കിലും ആയിപ്പോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് സുനന്ദയുടെ വീടാണ്. സുനന്ദയുടെ അമ്മ സുനന്ദ പോകുന്നതിന് മുമ്പ് കുറേ പലഹാരങ്ങളും കുറേ ഡ്രസ്സുകളും എല്ലാം അതിന് പാക്ക് ചെയ്യുകയാണ്. ആ സമയത്ത് സുനന്ദ ഒരുങ്ങി അങ്ങോട്ട് വരും. നീ എവിടെ പോകുന്നു? ഈ വൈകുന്നേരത്ത് ഒരുങ്ങി? അത് ഞാൻ സുഭാഷ് ചേട്ടൻ്റെ വീട്ടിൽ പോവാം. സുഭാഷ് ചേട്ടൻ്റെ വീട്ടിലോ? മുമ്പ് ഒരു തവണ നീ പോയപ്പോൾ തന്നെ ഞാൻ നിന്നെ വിളിക്കാതെ, പിന്നെ നീ അത് തന്നെയാണോ സുനന്ദ ആവർത്തിക്കുന്നതെന്ന് ചോദിക്കും. അട്ട് വയ്ക്കും, ഞാൻ ഒറ്റയ്ക്കല്ല അമ്മ പോകുന്നത്, അശ്വിനും ഉണ്ട്. അശ്വിനെ അങ്ങോട്ട് നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത് എന്ന് ധനഞ്ജയൻ ചോദിക്കും. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കൊന്ന് സുഭാഷ് ചേട്ടൻ അവിടെ വിരുന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വിരുന്ന് സൽക്കാരത്തിനായിട്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് പറയും. വിരുന്ന സൽക്കാരോ? എപ്പോൾ? ആര് പറഞ്ഞു? നീ വെറുതെ കള്ളം പറയല്ലേ സുനന്ദയെന്ന് ഗംഗാധരൻ പറയും. സത്യം ഗംഗാധരൻ മാമേ, ഞാൻ സുഭാഷ് ചേട്ടനോട് വീട്ടിൽ പോയി സംസാരിച്ചപ്പോൾ സുഭാഷ് ചേട്ടനാണ് പറഞ്ഞത് അശ്വിനി എനിക്കും ഇന്ന് അവിടെ വിരുന്നെന്നുള്ളത്, ഞങ്ങൾ എന്തായാലും പോകുമെന്ന് പറയും. ഉടനെ ലളിത ഇല്ല സുനന്ദേ, നീ എന്ത് നിർബന്ധം പിടിച്ചാലും നിന്നെ ഇന്ന് ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ലെന്ന് പറയും. അമ്മയെ ഞാൻ മുന്നേ പറഞ്ഞു എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കേണ്ട സമയം കഴിഞ്ഞു പോയെന്ന്. ഇനി ഞാൻ എന്ത് തീരുമാനിക്കുന്നതും എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പമായിരിക്കും. ഞാൻ അശ്വിനോട് ചോദിച്ച് അനുവാദം പിടിച്ചിട്ടുണ്ട്, അശ്വിനും ഞാനും കൂടി പോകാമെന്ന് അവർക്ക് വാക്കും കൊടുത്തെന്ന് പറയും. നീ കള്ളം പറയും, അശ്വിൻ അങ്ങനെയൊന്നും പറഞ്ഞു കാണത്തില്ലെന്ന് പറയും. എങ്കിൽ അമ്മ അശ്വിനോട് ചോദിക്കാൻ പറയും. അവിടെ അശ്വിൻ അങ്ങോട്ട് വരും. എപ്പോഴാണ് സുനന്ദയെ പോകുന്നത്? അല്ല എങ്ങോട്ട് പോകുന്ന കാര്യം മോനെ? അമ്മയുടെ ഒന്നും സുനന്ദ പറഞ്ഞില്ലേ? ഞങ്ങൾ രണ്ടുപേരും കൂടി സുനന്ദയുടെ അമ്മാവിൻ്റെ വീട്ടിൽ വിരുന്നിന് പോകാമെന്ന്, ഞങ്ങളെ ഇന്ന് വിരുന്നിന് വിളിച്ചിട്ടുണ്ടെന്ന് സുനന്ദ പറഞ്ഞല്ലോ. അല്ല അത് ഞങ്ങളും ആ വീട്ടുകാരോട്ട് അത്ര നല്ല രസത്തിലല്ല മോനെ, ബന്ധുക്കളല്ലേ നിങ്ങൾ രണ്ടുപേരും. അല്ല ആന്ന്, പക്ഷേ സ്വത്തിൻ്റെയൊക്കെ പേര് കുറച്ച് സംസാരമൊക്കെ ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് വിരുന്നിന് പോകണ്ട മോനെ എന്ന് ധനഞ്ജയൻ പറയും. അങ്ങനെയൊന്നും ഇല്ല അശ്വിൻ, അച്ഛൻ വെറുതെ പറയുന്നതാണ്. അവർക്ക് നമ്മളോട് ദേഷ്യവും ഇല്ല, നമുക്ക് വിരുന്ന് തരാമെന്ന് സമ്മതിച്ചില്ല, നമുക്ക് വേണ്ടി അവരെല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, ചെല്ലാതിരുന്നാൽ മോശമാണെന്ന് പറയും. അത് ശരിയാണ്, വിരുന്നിനൊക്കെ വിളിച്ചിട്ട് നമ്മൾ ചെന്നില്ലെങ്കിൽ അത് മോശമാവത്തില്ല അച്ഛാ. ഞങ്ങൾക്കൊരു കാര്യം, നമുക്ക് കൂടി പോയിട്ട് വരാം, ഇപ്പം തന്നെ ഒരുമിച്ച് പോകുമ്പോൾ ആ പിണക്കം അങ്ങ് മാറുമല്ലോ എന്ന് പറയും. ഏയ് ഞങ്ങൾ വരുന്നില്ല, നിങ്ങളെ ക്ഷണിച്ചില്ല, നിങ്ങൾ പോയിട്ട് വരാൻ പറയും. അങ്ങനെ എങ്കിൽ ബാസൻ എന്തെങ്കിലും നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഇറങ്ങുന്ന സമയത്ത് അശ്വിന് ഒരു കോള് വരും. അങ്ങനെ അശ്വിൻ സംസാരിക്കുമ്പോൾ ലളിത പറയും, എടി നീ ഇത് വെറുതെ അറിഞ്ഞുകൊണ്ട് ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടുക, വേണ്ട സുനന്ദേ, ഞാൻ പറഞ്ഞ നീ ഒന്ന് കേൾക്ക്, വിരുന്നിന് പോകണ്ട എന്ന് പറയും. അമ്മേ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, അശ്വിനെയും കൂട്ടിയാണ് പോകുന്നത്, ഇനി ഒന്നും സംസാരിക്കേണ്ട, ഞാനൊന്നും കേൾക്കത്തുമില്ലെന്ന് പറയും. അങ്ങനെ അശ്വിനെയും കൂട്ടിക്കൊണ്ട് സുനന്ദ ഭാസ്കരൻ്റെ വീട്ടിലോട്ട് വരികയാണ്. അപ്പോഴത്തേക്ക് അവർക്ക് വിരുന്നിനുള്ള എല്ലാ ഐറ്റംസും സുഭാഷ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭാസ്കരൻ നല്ല കടുത്ത എതിർപ്പുമുണ്ട്. ബാക്കി ഹരീഷും നികേഷും എല്ലാവരും സുഭാഷിനെയൊക്കെ ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെയുണ്ട്. അങ്ങനെ നിധിയും അതിൻ്റെ കൂടെ കൂടുന്നുണ്ട്. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അതിനുശേഷം കാണിക്കുന്നത് സുഭാഷും സുനന്ദയും കൂടി നേരെ സുഭാഷിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. പക്ഷേ എതിർത്ത് നിന്ന ഭാസ്കരൻ പോലും അവരെ നല്ല രീതിയിലാണ് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ കാണുന്ന അശ്വിനും ഒക്കെ അവരെ വലിയ ഇഷ്ടമാവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരു നല്ല ദിവസം എല്ലാവർക്കും നേരുന്നു. നന്ദി.